ശരിയാണ്. പക്ഷേ സിബി സത്രി നിയമത്തെ കണക്ക് താങ്കളെ അമ്പരപ്പിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, സിബി നിയമത്തെ കണക്ക് അമ്പരപ്പിക്കുന്നുണ്ടോ? പക്ഷേ ആരും ഇക്കാര്യത്തെ കുറിച്ച് ആശങ്കയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. മനുഷ്യ, എനിക്കിതിനകത്ത് ഇപ്പം എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ യോജിക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു എതിരഭിപ്രായമുള്ളത് ഞാൻ പങ്കുവെക്കാം. അതായത് നമ്മൾ പറയുന്ന പൊതുവെ UDF അനുകൂലമായിരിക്കും തരംഗം ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് BJP എത്ര വോട്ട് പിടിക്കുന്നത്. BJPയുടെ വോട്ടിംഗ് പെർസെന്റ് 16 അല്ലെങ്കിൽ 17% കൂടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം UDF അനുകൂലമായി മാറും എന്നുള്ള കാര്യത്തിൽ ചില തർക്കങ്ങൾ വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് BJP പിടിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് BJP കൈയടക്കുന്ന വോട്ടുകളുടെ എണ്ണം കൊണ്ടാണ്. അപ്പം നമ്മൾ നേരത്തെ പറയുന്ന പോലെ BJPയുടെ വോട്ടിംഗ് ശതമാനം, അതായത് ഭരണവിരുദ്ധകാരൻ രണ്ടായിട്ട് വിഭജിച്ചു പോവുകയാണ്. അപ്പം അതായത് UDF പോകേണ്ട വോട്ടുകൾ കുറച്ച് BJP കൂടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പലയിടങ്ങളിലുമുള്ള ഈ 10,000 മുകളിലുള്ള വ്യത്യാസത്തെ മറികടക്കാൻ UDF കഴിയുമോ എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തീർക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 4-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. കാരണം BJP ഇപ്പോഴും ഞാൻ പറയുന്നു 16% മുകളിലേക്ക് വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഈ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ സീരിയസ് ആയൊരു വ്യത്യാസം ഉണ്ടാക്കും. അത് അവർക്ക് സീറ്റ് കിട്ടുന്നത് കൊണ്ടല്ല, മറിച്ച് പലയിടത്തും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള മാർജിൻ സ്വന്തമാക്കാൻ ചിലപ്പോൾ UDF കഴിഞ്ഞെന്ന് വരത്തില് ചിലപ്പോൾ വളരെ കയ്യകലത്തില് ചിലപ്പോൾ നിൽക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിഭീകരമായ ഒരു എന്താ പറയുന്നത് ഒരു തരംഗവും ഈ പറഞ്ഞതുപോലെ BJP ഉദ്ദേശിക്കുന്നത്ര സീറ്റുകൾ അല്ലെ വോട്ടുകൾ പിടിക്കുന്നില്ല എന്ന ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞാൽ അത് UDF അനുകൂലമാകും. പക്ഷേ ഞാൻ ഈ നിയമത്തെ കാര്യം പറഞ്ഞത്, നിയമത്ത് BJP ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എതിരാളികൾ പ്രയോഗിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടെ വോട്ടുകൾ വെട്ടിമാറ്റിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന്. അല്ല, വോട്ടുകൾ വെട്ടിമാറ്റിയത് ഇപ്പൊ കേരളത്തിലെ മറ്റേ ബീഹാറിലെയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയോ ഒന്നും സാഹചര്യമല്ല. കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ വോട്ടുകൾ വെട്ടിമാറ്റിയത് കേരളത്തിലെ ഇത്രയും ബുദ്ധിയുള്ള ജനതയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ, കേരളത്തിലെ ഇത്രയും ബുദ്ധിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇത്രയും നല്ല നേതൃത്വങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവരാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവര് അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ശേഷി ഈ പാർട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും മിനിമം റിക്വയർമെന്റ് ആണ്. ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഒന്നും ഈ ബൂത്ത് തലത്തിലുള്ള സംവിധാനങ്ങളൊന്നും അത്ര ശക്തമൊന്നുമല്ല. മാത്രമല്ല അവരൊക്കെ ഏത് പാർട്ടിയിലേക്ക് ഏത് നിമിഷം വേണേലും മാറിപ്പോകാവുന്ന ആൾക്കാരാണ്. കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെയല്ല. കേരളത്തിലെ ബൂത്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പാർട്ടി മാറിയുള്ള ഒരു സംസ്കാരം വളരെ റീസെന്റ് ആയിട്ട് മാത്രമാണ് ഈ കേരളത്തിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് ആൾക്കാർ ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും അതിൽ തന്നെ, അതായത് ആദ്യം വോട്ട് ചെയ്ത പാർട്ടിക്ക് അവസാനം വരെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഉറപ്പ് അല്ലെങ്കിൽ ഒരു വലിയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലേത് എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ഗയാറാം സംസ്കാരം കുറവായതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ താഴെ തട്ടിൽ ബൂത്ത് സംവിധാനത്തിൽ ഇത്തരം പിഴവുകൾ കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, കേരളത്തിലെ ജനതയുടെ കുഴപ്പമാണ്. അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പിന്നീട് വെട്ടിപ്പാരോപിച്ചിട്ടോ ഒരു കഥയുമില്ല. ഇതിനകത്ത് വളരെ കൃത്യമാണ്. SIR എന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറിച്ചുള്ള തെളിവുകൾ ഇതിൽ വന്നിട്ടില്ല. മറിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ പാർട്ടികൾക്ക് സമയമുണ്ടായിരുന്നു, അതാരും ഹാജരാക്കിയിട്ടില്ല. അപ്പൊ ഇതിനുശേഷം ഇനി ഏതെങ്കിലും ശക്തമായ തെളിവുകൾ വരികയാണെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അതിനു മുമ്പ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ SIR എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ വോട്ടുകൾ കുറഞ്ഞതും നമുക്കൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒരു മാൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടോ ആണെന്ന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് രംഗത്ത് കൊണ്ടുവരാൻ സത്യമായ കാര്യമാണ്. അങ്ങനെ ആരോപണമൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന് തെളിവുകൾ ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ പോളിംഗ് ബൂത്തിലെത്തിയ G സുധാകരനെ CPM പ്രവർത്തകർ തടഞ്ഞു. അതൊരു 7 മണിയോടുകൂടിയാണ് അത് സംഭവിച്ചത്. കോഴിക്കോട് പയ്യാനക്കലിൽ LDF പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത സംഭവം, അതിൽ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ സമീപം CPM പ്രവർത്തകർ തടിച്ചുകൂടി. ശ്രീനിവാസൻ എന്ന പ്രവർത്തകനെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. ബൂത്തിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ശ്രീനിവാസനെ കസ്റ്റഡിയിലെടുത്തത്. ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മതം പറഞ്ഞ് UDF സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നതായി LDF ആരോപിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതായാണ് പരാതി ഉണ്ടായത്. ഇതേ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ പിരിച്ചുവിട്ടിരുന്നു. നേരത്തെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. LDFൻ്റേതാണ് ആ ഒരു സമരവും. എന്തായാലും വോട്ടെടുപ്പിന് ശേഷവും ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള നേരിയ സംഘർഷവും കാണാവുന്നതാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.